ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്ന സ്ഥാപനം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നും അതിൻ്റെ അക്കൗണ്ടിങ് പ്രൊസീജിയർ എങ്ങനെയാണ് എന്നുള്ളതൊക്കെ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നിങ്ങൾ പഠിച്ചു അല്ലേ? അപ്പോൾ അതായിരുന്നു നമ്മളുടെ ഫസ്റ്റ് ചാപ്റ്റർ. നമ്മൾ ആ ചാപ്റ്റർ അവസാനിച്ചു. നമ്മൾ അടുത്ത ചാപ്റ്ററിലേക്ക് കിടക്കുകയാണ്. അടുത്ത ചാപ്റ്റർ എന്താണെന്ന് വെച്ചാൽ അക്കൗണ്ടിങ് ഫോർ പാർട്ട്ണർഷിപ്പ് ആണ്. അപ്പോൾ രണ്ടാമത്തെ ചാപ്റ്ററിൽ അക്കൗണ്ടിങ് ഫോർ പാർട്ട്ണർഷിപ്പ് ബേസിക് കൺസെപ്റ്റ് എന്നുള്ള ഒരു ഭാഗമാണ് നമ്മൾ എടുക്കുന്നത്. പാർട്ട്ണർഷിപ്പ് ഫേമുകളുടെ ബേസിക് കൺസെപ്റ്റുകൾ എന്തൊക്കെയാണ് അതിൽ ബേസിക് ആയിട്ട് വരുന്ന അക്കൗണ്ടിങ് അഡ്ജസ്റ്റ്മെന്റുകൾ, അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് എങ്ങനെയാണ് എന്നൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്ക് എന്താണ് ഒരു പാർട്ട്ണർഷിപ്പ് ഫേം എന്ന് ഒന്ന് നോക്കാം. എന്താണ് ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിന്റെ നേച്ചർ, അതിന്റെ പ്രകൃതം എന്താണ് ഒരു പാർട്ട്ണർഷിപ്പ്? നിങ്ങൾ +1 ഒരുപാട് ബിസിനസ് രൂപങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? ഒരാൾ ഒറ്റയ്ക്ക് നടത്തുന്ന ബിസിനസ് ആണ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ബിസിനസ് എന്ന് പറയുന്നത്. അതേസമയം 2 അതിലധികമോ ആൾക്കാർ ചേർന്ന് നടത്തുന്ന ബിസിനസ് ആണ് പാർട്ട്ണർഷിപ്പ്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലെ? പിന്നെ മറ്റൊരു ബിസിനസ് രൂപമാണ് കമ്പനീസ്, ജോയിന്റ് സ്റ്റോക്ക് കമ്പനികൾ, പിന്നെ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്, അതുപോലെ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലീസ് അല്ലെ, സൊസൈറ്റികൾ. ഇതൊക്കെ ഓരോ തരം ബിസിനസ് രൂപങ്ങളാണ്. അപ്പോ പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? 2 അതിലധികമോ ആൾക്കാർ ചേർന്ന് നടത്തുന്ന ബിസിനസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത് അല്ലെ? 2 അതിലധികമോ ആൾക്കാർ ചേർന്ന് ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കിയിട്ട്, ഒരു എഗ്രിമെന്റിലൂടെയാണ് പാർട്ട്ണർഷിപ്പ് എന്ത് ചെയ്യുന്നത്? നിലവിൽ വരുന്നത്. നേരെ മറിച്ച് ഒരാൾ ഒറ്റയ്ക്ക് ബിസിനസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ എഗ്രിമെന്റിന്റെ ആവശ്യമില്ല അല്ലെ? അതേസമയം ഒരു ജോയിന്റ് സ്റ്റോക്ക് കമ്പനി ആണെന്നുണ്ടെങ്കിൽ അത് ഒരു നിയമം മുഖേനയാണ് ഉണ്ടാകുന്നത്. എന്നാൽ ഒരു പാർട്ട്ണർഷിപ്പ് ഫേം ആണെന്നുണ്ടെങ്കിൽ എന്തിന്റെ ഫലമായിട്ടാണ് ഉണ്ടാകുന്നത്? ഒരു എഗ്രിമെന്റിന്റെ ഫലമായിട്ടാണ് പാർട്ട്ണർഷിപ്പ് ഫേമുകൾ ഉണ്ടാകുന്നത് അല്ലെ? എന്താണ് ഒരു പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ? എ പാർട്ട്ണർഷിപ്പ് ബിസിനസ് ഈസ് എ ബിസിനസ് carried on by 2 or more persons. 2 അതിലധികമോ വ്യക്തികൾ ചേർന്ന് നടത്തുന്ന ബിസിനസ്സിനെയാണ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. The main aim is to earn profit and share the profits among the partners. അതായത് ഈ സ്ഥാപനങ്ങളുടെ മെയിൻ എയിം എന്താണ്? ലാഭം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ലാഭം ഉണ്ടാക്കിയിട്ട് അതിലുള്ള പാർട്ട്നേഴ്സിൽ, അതായത് അവരുടെ ആരൊക്കെ ചേർന്നാണോ ബിസിനസ് നടത്തുന്നത് അവർ വീതിച്ചെടുക്കുക എന്നുള്ളതാണ് പാർട്ട്ണർഷിപ്പ് ഫേമിന്റെ ഒരു പ്രത്യേകത. ഓക്കെ, നമുക്ക് അതിൽ പിന്നീട് ഒരു കാര്യം പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ, എത്ര ആൾക്കാർ ചേർന്നിട്ടാണോ പാർട്ട്ണർഷിപ്പ് നടത്തുന്നത് ആ മെമ്പേഴ്സിനെ എല്ലാവരെയും കൂടി, ദി മെമ്പേഴ്സ് ഫോമിംഗ് ദി പാർട്ട്ണർഷിപ്പ് ഫേം ആർ കളക്റ്റീവ്ലി കോൾഡ് ദി ഫേം. ഫേം എന്താണ് ഫേം എന്നാണ് ആരെ പറയുന്നത്? ആ പാർട്ട്നേഴ്സിനെ എല്ലാവരെയും കൂടി പറയുക. കളക്റ്റീവ്ലി കോൾഡ് ഫേം. ദെൻ ദി മെമ്പേഴ്സ് ഓർ പാർട്ട്നേഴ്സ് ഇൻഡിവിജ്വലി കോൾഡ് ആസ് പാർട്ട്നേഴ്സ്. അതായത് ഇൻഡിവിജ്വൽ ആയിട്ട് ഓരോ വ്യക്തികളെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഓരോ മെമ്പേഴ്സിനെ എന്ത് പറയുന്നു? പാർട്ട്ണർ എന്നാണ് പറയുന്നത്. അതാണ് മറ്റൊരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ളത്. ഇനി നമുക്ക് പാർട്ട്ണർഷിപ്പ് ബിസിനസിന്റെ ഡെഫിനിഷനിലേക്ക് കിടക്കാം. എന്താണ് ഒരു പാർട്ട്ണർഷിപ്പ് ഫേം എന്ന് പറഞ്ഞാൽ അതിന്റെ ഡെഫിനിഷൻ നോക്കാം. ഡെഫിനിഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഇന്ത്യയിൽ ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിനെ ഗവേൺ ചെയ്യുന്നത്, ദി പാർട്ട്ണർഷിപ്പ് ഫേംസ് ഇൻ ഇന്ത്യ ആർ ഗവേൺഡ് ബൈ ദി ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് 1932. 1932 ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് പ്രകാരമാണ് ഇന്ത്യയിൽ പാർട്ട്ണർഷിപ്പ് ഫേംസ് പ്രവർത്തിക്കേണ്ടത്. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് എന്ത് ചെയ്തിട്ടുണ്ട്? പാർട്ട്ണർഷിപ്പിനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ദി ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് 1932 ഡിഫൈൻസ് എ പാർട്ട്ണർഷിപ്പ് ആസ് ദി റിലേഷൻ ബിറ്റ്വീൻ പേഴ്സൺസ്, വ്യക്തികൾ തമ്മിലുള്ള ബന്ധം, റിലേഷൻ ബിറ്റ്വീൻ പേഴ്സൺസ് ഹു ഹാവ് എഗ്രീഡ് ടു ഷെയർ ദി പ്രോഫിറ്റ്സ് ഓഫ് എ ബിസിനസ്. ആരാണോ എഗ്രി ചെയ്തിട്ടുള്ളത് ദി പ്രോഫിറ്റ്സ് ഓഫ് ദി ബിസിനസ്, അതായത് ബിസിനസിന്റെ ലാഭം പങ്കിട്ടെടുക്കാമെന്ന്. അപ്പോ എന്താണ് ഡെഫിനിഷൻ? ഇതാണ്, ദി ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് ഡിഫൈൻസ് പാർട്ട്ണർഷിപ്പ് ആസ് ദി റിലേഷൻ ബിറ്റ്വീൻ പേഴ്സൺസ് who have agreed to share the profits of a business
carried on by all or any of them acting for all. അതായത് വ്യക്തികൾ തമ്മിലുള്ള ബന്ധമാണ് പാർട്ട്ണർഷിപ്പ് എന്നാണ് പറയുന്നത്. വ്യക്തികൾ തമ്മിലുള്ള എല്ലാ ബന്ധങ്ങളും പാർട്ട്ണർഷിപ്പ് അല്ല, അല്ലെ? ഒരു ബിസിനസ് നടത്താമെന്നും ആ ബിസിനസിന്റെ ലാഭം പങ്കിട്ടെടുക്കാമെന്നും എഗ്രി ചെയ്തിട്ടുള്ള വ്യക്തികൾ തമ്മിലുള്ള ബന്ധത്തിനെയാണ് എന്ത് പറയുന്നത്? പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. ആ ബിസിനസ് എങ്ങനെയാണ്? ഒരാൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട്, എല്ലാവർക്കും കൂടി വേണ്ടിയിട്ട് ഒരാളോ അല്ലെങ്കിൽ കുറച്ച് ആളുകൾ ചേർന്നോ എന്ത് ചെയ്യുന്നതാണ്? നടത്തുന്നതാണ്. അതാണ് ബിസിനസ് ക്യാരിഡ് ഓൺ ബൈ ഓൾ ഓർ എനി ഓഫ് ദം ആക്ടിങ് ഫോർ ഓൾ എന്ന് പറയുന്നത്. എനി ഓഫ് ദം ആക്ടിങ് ഫോർ ഓൾ എന്ന് പറഞ്ഞാൽ എന്താ? അവരിൽ ആരെങ്കിലും ഒരാൾ മറ്റുള്ളവർക്ക് കൂടി വേണ്ടിയിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എന്താണ് ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ടിന്റെ ഡെഫിനിഷൻ? ദി ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് ഡിഫൈൻസ് ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആസ് ദി റിലേഷൻ ബിറ്റ്വീൻ പേഴ്സൺസ് ഹു ഹാവ് എഗ്രീഡ് ടു ഷെയർ ദി പ്രോഫിറ്റ്സ് ഓഫ് എ ബിസിനസ് carried on by all or any of them acting for all. അതാണ് എന്ത് ഡെഫിനിഷൻ. അപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിന്റെ എന്ത് കാര്യങ്ങളുടെ തിയറി ചോദിച്ചാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്? ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ടിന്റെ പാർട്ട്ണർഷിപ്പിന്റെ ഡെഫിനിഷൻ എന്ത് ചെയ്യാവുന്നതാണ്? എഴുതാവുന്നതാണ്. ദെൻ നമുക്ക് അടുത്തതായിട്ട് ഫീച്ചേഴ്സിലേക്ക് കിടക്കാം. പാർട്ട്ണർഷിപ്പ് ഫേമിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. ജനറൽ ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ദെൻ നമുക്ക് അതിൽ പറയാവുന്നത് ഒന്നാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ നമ്പർ ഓഫ് പേഴ്സൺസ് ആണ്. നമ്പർ ഓഫ് പേഴ്സൺസ്. ഒരു പാർട്ട്ണർഷിപ്പ് ഫേം തുടങ്ങണം എന്നുണ്ടെങ്കിൽ മിനിമം 2 ആൾക്കാരാണ് ആവശ്യം. എത്ര? 2. 2 ആൾക്കാരില്ലാതെ എന്ത് ചെയ്യാൻ പറ്റില്ല? പാർട്ട്ണർഷിപ്പ് ഫേം തുടങ്ങാൻ പറ്റില്ല. മിനിമം 2 ആൾക്കാരാണ്. നിങ്ങളുടെ മനസ്സിൽ ചിലപ്പോൾ 7 എന്ന് വന്നിട്ടുണ്ടാവും. അതെന്താണ്? കമ്പനിയുടെ കാര്യത്തിലാണ് 7 മെമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ടിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് 2 ആണ്. അതേസമയം മാക്സിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് 10 or 20 ആണ്. അതായത് 10 അല്ലെങ്കിൽ 20. ഈ 10 എന്ന് പറയുന്നത് ബാങ്കിങ് ബിസിനസ് നടത്തുന്നതിന് വേണ്ടിയിട്ടാണ്. അതായത് കുറച്ച് ആൾക്കാർ ചേർന്ന് ബിസിനസ് നടത്തുന്നത്. ബാങ്കിങ് ബിസിനസ് ആണെങ്കിൽ മാക്സിമം 10 ആൾക്കാരെ ഉണ്ടാവാൻ പാടുള്ളൂ. അതേസമയം മറ്റെന്ത് ബിസിനസ്സുകളാണെങ്കിലും മാക്സിമം എത്ര ആൾക്കാരാണ്? 20 ആൾക്കാരാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ടിൽ പറഞ്ഞിട്ടുള്ളതാണ്. നിങ്ങൾ പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, കമ്പനികളെ ഗവേൺ ചെയ്യുന്നത് ഇന്ത്യൻ കമ്പനീസ് ആക്ട് 1956 ആണ്. 1956 കമ്പനീസ് ആക്ട് ആണ് എന്ത് ചെയ്യുന്നത്? ഇന്ത്യയിലുള്ള കമ്പനികളെ ഗവേൺ ചെയ്യുന്നത്, അല്ലെ? കമ്പനികളുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഇന്ത്യൻ കമ്പനീസ് ആക്ട് ആണ്. ആ കമ്പനീസ് ആക്ടില് 1956 ആക്ട് ആണ്. 2013 ഒരു അമെൻമെന്റ് വന്നു, അതായത് ഒരു ഭേദഗതി വരുത്തി. ആ ഭേദഗതി പ്രകാരം ഇന്ത്യയിൽ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സുകൾക്ക് മാക്സിമം എത്ര ആൾക്കാർ ആവാമെന്ന് പറഞ്ഞിട്ടുണ്ട്? 100 ആൾക്കാർ വരെ ആവാമെന്ന് പറഞ്ഞിട്ടുണ്ട്. മാക്സിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് ഇപ്പോ കറന്റ്ലി ഇൻ ഇന്ത്യ 100 ആണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ എക്സാമിന് ചോദ്യങ്ങളൊക്കെ വരുമ്പോൾ 10 or 20 ആണ് പറഞ്ഞിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അതാണ് പാർട്ട്ണർഷിപ്പ് ആക്ട് അനുസരിച്ചുള്ള മാക്സിമം ലിമിറ്റ്. അതേസമയം കമ്പനീസ് ആക്ട് അനുസരിച്ച് ഇന്ത്യയിലുള്ള പാർട്ട്ണർഷിപ്പ് ഫേമുകൾക്ക് മാക്സിമം ലിമിറ്റ് എത്രയാണ്? 100 മെമ്പേഴ്സ് ആണ്. അപ്പോൾ മിനിമം 2 പേഴ്സൺസ് ആൻഡ് മാക്സിമം 10 or 20. അതാണ് എന്ത് നമ്പർ ഓഫ് മെമ്പേഴ്സ് എന്നുള്ള ഒരു പോയിന്റിൽ നമുക്ക് പറയാനുള്ളത്. ദെൻ രണ്ടാമത്തെ പോയിന്റ് പറയുകയാണെങ്കിൽ എഗ്രിമെന്റ് ഓർ ഡീഡ് എന്നുള്ളതാണ്. അതായത് ഒരു ഇന്ത്യയിൽ ഒരു പാർട്ട്ണർഷിപ്പ് ഫേം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അതിനൊരു എഗ്രിമെന്റ് ഉണ്ടായിരിക്കണം. എഗ്രിമെന്റ് എന്ന് പറഞ്ഞാൽ കരാർ, അല്ലെ? കരാറ് നമുക്ക് എങ്ങനെയാവാം? ഒന്നുകിൽ എഴുതപ്പെട്ടതാവാം, റിട്ടൺ എഗ്രിമെന്റ് ആവാം, അല്ലെങ്കിൽ ഓറൽ ആവാം. ഓറൽ എന്ന് പറഞ്ഞാൽ എന്താ? വാക്കാലുള്ള എഗ്രിമെന്റ് ഉണ്ടായാലും മതി. എഴുതി വെക്കണം എന്ന് യാതൊരു നിർബന്ധവും എവിടെ പറഞ്ഞിട്ടില്ല? ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ടില് പറഞ്ഞിട്ടില്ല. പക്ഷേ എന്നിരുന്നാലും ഇന്ത്യയിൽ നമ്മൾ ഒരു പാർട്ട്ണർഷിപ്പ് ഫേം തുടങ്ങുമ്പോൾ എഗ്രിമെന്റ് എഴുതപ്പെട്ടതാവുന്നതാണ് വളരെ നല്ലത്. കാരണം ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു തീരുമാനത്തിലെത്താൻ ഏറ്റവും നല്ലത് എന്താണ്? എഗ്രിമെന്റ് ഉണ്ടാവുന്നതാണ്. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്, എഗ്രിമെന്റ് മേ ബി റിട്ടൺ ഓർ ഓറൽ. എഗ്രിമെന്റ് എന്താവാം? എഴുതപ്പെട്ടതാവാം, അല്ലെങ്കിൽ വാക്കാലുള്ളതാവാം എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം. ദെൻ മൂന്നാമത്തെ പോയിന്റ് നമുക്ക് പറയുകയാണെങ്കിൽ ബിസിനസ് ആണ്. അതായത് ഒരു പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത് എപ്പോഴും എന്ത് നടത്തുന്നതിന് വേണ്ടിയിട്ടായിരിക്കണം? ഒരു ബിസിനസ് നടത്തുന്നതിന് വേണ്ടിയിട്ടായിരിക്കണം.
ബിസിനസ് മസ്റ്റ് ബി പ്രോഫിറ്റ് സീക്കിംഗ് ആൻഡ് ലോഫുൾ. ബിസിനസ് എന്ത് ലക്ഷ്യം മുന്നിൽ കണ്ടിട്ടായിരിക്കണം? ലാഭം നേടുക എന്നുള്ള ഉദ്ദേശത്തോടെ ചെയ്യുന്ന ബിസിനസ് ആയിരിക്കണം. അത് കൂടാതെ അത് നിയമപരമായിട്ട് നിയമം അനുവദിച്ചിട്ടുള്ള ബിസിനസ് കൂടി ആയിരിക്കണം. കള്ളക്കടത്ത് നടത്തുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും കൊലപാതകം ചെയ്ത് എന്തെങ്കിലും മെച്ചം ഉണ്ടാക്കുന്നത് രണ്ടാൾക്കാർ ചേർന്ന് ചെയ്യുകയാണെങ്കിൽ നമുക്കതിനെ പാർട്ട്ണർഷിപ്പ് എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ബിസിനസ് ഇല്ല, അല്ലെങ്കിൽ അത് ലോഫുൾ ആയിട്ടുള്ള ബിസിനസ് അല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മൂന്നാമത്തെ പോയിന്റ് പറഞ്ഞു, എന്താണ്? ബിസിനസ്. ദി ബിസിനസ് മസ്റ്റ് ബി പ്രോഫിറ്റ് സീക്കിംഗ് ആൻഡ് ലോഫുൾ. ഓക്കെ. ദെൻ നാലാമത്തെ പോയിന്റ് പറയുകയാണെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് സീക്കിംഗ് എന്നുള്ളതാണ് പ്രോഫിറ്റ് ഷെയറിംഗ് എന്നുള്ളതാണ് നമ്മൾ നാലാമത്തെ പോയിന്റ്. അതായത് ഈ ബിസിനസിന്റെ ലാഭം പാർട്ട്ണർമാര് എന്ത് ചെയ്തിട്ടുണ്ടാവണം? പങ്കിട്ടെടുക്കണം. എങ്കിൽ മാത്രമേ അതിനെ എന്ത് പറയാൻ പറ്റുള്ളൂ? പാർട്ട്ണർഷിപ്പ് എന്ന് പറയാൻ പറ്റുള്ളൂ. രണ്ടാൾക്കാർ ബിസിനസ് ചെയ്തിട്ട് അതിലുള്ള ലാഭം മുഴുവനും ഒരാൾ മാത്രമാണ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് എന്ത് പറയാൻ പറ്റില്ല? പാർട്ട്ണർഷിപ്പ് എന്ന് പറയാൻ പറ്റില്ല. ദി പ്രോഫിറ്റ് മസ്റ്റ് ബി ഷെയർഡ് എമംഗ് ദി പാർട്ട്നേഴ്സ് ഇൻ ആൻ അഗ്രീഡ് റേഷ്യോ. അതായത് അവര് സമ്മതിച്ചിട്ടുള്ള ഒരു അനുപാതത്തിൽ ലാഭം പങ്കിട്ടെടുക്കണം എന്നുള്ളത് ആണ് പാർട്ട്ണർഷിപ്പ് ഫേമിന്റെ മറ്റൊരു പ്രത്യേകത. അപ്പോൾ അത് എഗ്രിമെന്റിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും. ഇനി എഗ്രിമെന്റിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ എല്ലാ പാർട്ട്നേഴ്സും തുല്യരാണ്. അത് അവർ എത്ര രൂപ ഇറക്കി എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലല്ല ലാഭം പങ്കിട്ടെടുക്കേണ്ടത്, തുല്യമായിട്ടാണ് പങ്കിട്ടെടുക്കേണ്ടത്. മനസ്സിലാക്കണം. എഗ്രിമെന്റിൽ പ്രത്യേകം പറഞ്ഞിട്ടില്ല എങ്കിൽ പാർട്ട്നേഴ്സ് പ്രോഫിറ്റ് വീതിച്ചെടുക്കേണ്ടത് എങ്ങനെയാണ്? എല്ലാവരും തുല്യരാണ്. അതുകൊണ്ട് തന്നെ തുല്യമായിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? പ്രോഫിറ്റ് ഷെയർ ചെയ്യേണ്ടത് എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ. ദെൻ നമുക്ക് അഞ്ചാമത്തെ പോയിന്റിലേക്ക് കടക്കുകയാണെങ്കിൽ, ബിസിനസ് ക്യാരിഡ് ഓൺ ബൈ ഓൾ ഓർ എനി ഓഫ് ദം ആക്ടിങ് ഫോർ ഓൾ എന്നുള്ളതാണ് നമ്മുടെ പോയിന്റ്. അതായത് ബിസിനസ് ക്യാരിഡ് ഓൺ ബൈ ഓൾ, എല്ലാവരും കൂടി നടത്തുന്നതായിരിക്കണം ബിസിനസ്. ഓർ എനി ഓഫ് ദം ആക്ടിങ് ഫോർ ഓൾ, അല്ലെങ്കിൽ എല്ലാവർക്കും കൂടി വേണ്ടിയിട്ട് അതിലൊരാളോ അല്ലെങ്കിൽ രണ്ടാളോ ചേർന്ന് എന്ത് ചെയ്യുന്നതാണ്? പാർട്ട്ണർഷിപ്പ് ബിസിനസ് നടത്തുന്നതാണ്. ഓക്കെ. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പാർട്ട്ണർഷിപ്പ് ബിസിനസ്സുകളിൽ ഒരു പാർട്ട്ണർ എന്ന് പറയുന്നത് ഒരേ സമയം തന്നെ ഒരു പ്രിൻസിപ്പലുമാണ് ഏജന്റുമാണ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. പ്രിൻസിപ്പൽ ഏജൻസി റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്ഥാപനത്തിലെ പ്രിൻസിപ്പൽ എന്ന് പറയുന്ന ആൾ ഏജന്റിന്റെ എന്ത് പ്രവർത്തനങ്ങൾക്കും ഉത്തരവാദിയാണ്. ഏജന്റ് എന്തെങ്കിലും കാര്യങ്ങൾ നഷ്ടങ്ങൾ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അത് ആരുകൂടി സഹിക്കേണ്ടതാണ്? പ്രിൻസിപ്പൽ കൂടി സഹിക്കേണ്ടതാണ്. അതാണ് പ്രിൻസിപ്പൽ ഏജൻസി റിലേഷൻഷിപ്പ് എന്നുള്ളതിൽ മനസ്സിലാക്കേണ്ട കാര്യം. ഏജന്റ് ആണെങ്കിലോ, ഏജന്റിനെ സംബന്ധിച്ചിടത്തോളം ഏജന്റ് എന്തെങ്കിലും നഷ്ടങ്ങൾ വരുത്തി വെച്ചാൽ ഏജന്റ് അത് എന്ത് ചെയ്യണം? സഹിക്കേണ്ടതാണ്. അതേസമയം പ്രിൻസിപ്പൽ എന്തെങ്കിലും നഷ്ടങ്ങൾ ഉണ്ടാക്കി വെച്ചാൽ അത് ഏജന്റ് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, സഹിക്കേണ്ട ആവശ്യം വരുന്നില്ല എന്നത് നിങ്ങൾ മനസ്സിലാക്കണം. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, നമ്മുടെ കോളേജിൽ നമ്മുടെ പ്രിൻസിപ്പൽ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എന്തല്ല അതിന് ഉത്തരവാദിയല്ല. അതേസമയം ഞാൻ കോളേജിൽ എന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ആരുകൂടി ഉത്തരവാദിയാണ്? പ്രിൻസിപ്പൽ ഉത്തരവാദിയാണ്. അപ്പൊ പ്രിൻസിപ്പലിനെ സംബന്ധിച്ചിടത്തോളം ഏജന്റിന്റെ കാര്യം കൂടി, ആ നഷ്ടം കൂടി എന്ത് ചെയ്യേണ്ടി വരും? പ്രിൻസിപ്പൽ സഹിക്കേണ്ടി വരും. ഏജന്റിനെ സംബന്ധിച്ചിടത്തോളം ഏജന്റിന്റെ പ്രശ്നങ്ങൾ മാത്രമാണ് ഏജന്റ് തീർക്കേണ്ടത്. ഓക്കെ. അപ്പോ ഇവിടെ ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം ഒരു പാർട്ട്ണർ എന്ന് പറയുന്നത് ഏജന്റുമാണ്, അതേസമയം തന്നെ പ്രിൻസിപ്പലുമാണ്. അതായത് പാർട്ട്ണർഷിപ്പ് ഫേമിൽ പാർട്ട്ണർ നടത്തുന്ന എന്തെങ്കിലും നഷ്ടങ്ങൾക്ക് എല്ലാ പാർട്ട്നേഴ്സും ഉത്തരവാദികളാണ് എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം. അതാണ് എത്രാമത്തെ പോയിന്റ്? അഞ്ചാമത്തെ പോയിന്റ്. ബിസിനസ് ക്യാരിഡ് ഓൺ ബൈ ഓൾ ഓർ എനി ഓഫ് ദം ആക്ടിങ് ഫോർ ഓൾ. ദെൻ ആറാമത്തെ പോയിന്റ് പറയുകയാണെങ്കിൽ അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത് എന്നുള്ളതാണ്. അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ പരമമായ ഉത്തമ വിശ്വാസം എന്നുള്ളതാണ്. അതായത് ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസിന്റെ ഏറ്റവും അടിസ്ഥാനമായിട്ട് വേണ്ട കാര്യമാണ് പാർട്ട്നേഴ്സ് തമ്മിൽ എന്ത് വേണം? വിശ്വാസം വേണം, അല്ലെ? ഒരു പാർട്ട്ണർ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നതിനെ എന്ത് ചെയ്യാൻ പാടില്ല? ഒരു സംശയ ദൃഷ്ടിയോടെ നോക്കി കാണാൻ മറ്റ് പാർട്ട്നേഴ്സ് അങ്ങനെ കാണാൻ പാടില്ല. അത് ബിസിനസിന്റെ പ്രവർത്തനത്തിനെ സാരമായിട്ട് എന്ത് ചെയ്യും? ബാധിക്കും. അതുകൊണ്ട് തന്നെ ബിസിനസ്സിൽ എന്ത് നിർബന്ധമാണ്? തമ്മിൽ വിശ്വാസം നിർബന്ധമാണ് എന്നുള്ളതാണ് അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത് എന്നുള്ള പോയിന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ നമുക്ക് ഏഴാമത്തെ പോയിന്റ് പറയുകയാണെങ്കിൽ അൺലിമിറ്റഡ് ലയബിലിറ്റി ഓഫ് ദി പാർട്ട്നേഴ്സ് എന്നുള്ളതാണ്.
അൺലിമിറ്റഡ് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ പാർട്ട്നേഴ്സിന്റെ ബാധ്യതകൾ അപരിമിതമാണ് എന്നുള്ളതാണ്. ലിമിറ്റഡ് അല്ല, അൺലിമിറ്റഡ് ആണ്. ലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ പരിധിയുള്ളത്, പരിമിതമായത്. അതേസമയം അൺലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ പരിധി ഇല്ലാത്തത്. അൺലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ അപരിമിതമായത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പാർട്ട്ണർ ഒരു ബിസിനസ്സിലേക്ക് ഒരു 10 ലക്ഷം രൂപ ഇറക്കിയെന്ന് വിചാരിക്കുക. ആ ബിസിനസ്സിൽ എന്തെങ്കിലും കാരണവശാൽ അതിനേക്കാൾ കൂടുതൽ നഷ്ടം ഉണ്ടായാൽ പാർട്ട്ണർ എന്ത് ചെയ്യേണ്ടതാണ്? എത്ര രൂപ നഷ്ടം ഉണ്ടായിട്ടുണ്ടോ അത്രയും കൂടി എമൗണ്ട് ബിസിനസ്സിലേക്ക് കൊണ്ടുപോകും. അതേസമയം അത് നിങ്ങൾക്ക് നല്ലോണം മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഈ കാര്യം കൂടി മനസ്സിലാക്കണം. ഒരു ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയിൽ മെമ്പേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബാധ്യത ലിമിറ്റഡ് ആണ്. ലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താ? പരിധിയുള്ളതാണ്. അതായത് ഒരു കമ്പനിയിലേക്ക് ഷെയർ വാങ്ങിയിട്ടുള്ള ഓണർ 1 ലക്ഷം രൂപ അല്ലെങ്കിൽ 10 ലക്ഷം രൂപ ഇറക്കിയിട്ടുണ്ടെങ്കിൽ കമ്പനിക്ക് എത്ര രൂപ നഷ്ടം ഉണ്ടായാലും ഈ ഓണർക്ക് ആ ഇറക്കിയ 10 ലക്ഷം രൂപ മാത്രമേ നഷ്ടമാവുന്നു. അതുപോലെ അല്ല പാർട്ട്ണർഷിപ്പിൽ വരുന്നത്. പാർട്ട്ണർഷിപ്പിലാണെന്നുണ്ടെങ്കിൽ എത്ര രൂപ ഇറക്കിയിട്ടുണ്ടെങ്കിലും അതിനേക്കാൾ കൂടുതൽ ചിലപ്പോൾ ചെയ്തേക്കാം, നഷ്ടം സഹിക്കേണ്ടി വന്നേക്കാം. അതായത് അയാൾ വീട്ടിൽ നിന്നും കൊടുക്കേണ്ടി വരും. അയാളെ പ്രൈവറ്റ് പ്രോപ്പർട്ടികൾ, സ്വകാര്യ സ്വത്തുകളിൽ നിന്നുകൂടി അത് ഈടാക്കുന്നതാണ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ദെൻ നമ്മുടെ 8ാമത്തെ പോയിന്റ് പറയുകയാണെങ്കിൽ നോ സെപ്പറേറ്റ് ലീഗൽ എക്സിസ്റ്റൻസ് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ എന്താ സംഭവം എന്ന് വെച്ചാൽ ഈ പാർട്ട്ണർഷിപ്പ് ഫേമിനെ സംബന്ധിച്ചിടത്തോളം അതിന് പ്രത്യേകം ഒരു നിലനിൽപ്പ് ഇല്ല. ഒരാൾ ഒറ്റയ്ക്ക് നടത്തുന്ന ബിസിനസ്സിനും എന്ത് തന്നെയാണ്? നോ സെപ്പറേറ്റ് ലീഗൽ എക്സിസ്റ്റൻസ് ആണ്. അതായത് ഒരാൾ ഒറ്റയ്ക്ക് ബിസിനസ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ അയാൾ തന്നെയാണ് ബിസിനസ്. അയാൾ ഉണ്ടാക്കി വെക്കുന്ന എല്ലാ നഷ്ടങ്ങളും ബിസിനസ്സിൽ നിന്ന് എടുക്കാം. ബിസിനസ്സിൽ ഉണ്ടായിട്ടുള്ള എല്ലാ നഷ്ടങ്ങൾക്കും അയാളെ പ്രൈവറ്റ് പ്രോപ്പർട്ടികളിൽ നിന്നും സ്വത്തുക്കളിൽ നിന്നും എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെയാണ് പാർട്ട്ണർഷിപ്പിലും. പാർട്ട്നേഴ്സിന്റെ നഷ്ടം, പാർട്ട്ണർഷിപ്പ് ഫേമിലുള്ള നഷ്ടം പാർട്ട്നേഴ്സിന്റെ കൂടെ നഷ്ടം. അതേസമയം കമ്പനികളെ സംബന്ധിച്ചിടത്തോളം ജോയിന്റ് സ്റ്റോക്ക് കമ്പനികളിൽ ഷെയർ ഹോൾഡർ എത്ര രൂപ ഇറക്കിയിട്ടുണ്ടോ അത്രയും രൂപ വരെ മാത്രമേ നഷ്ടമാവുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ എന്താണ് ഇവിടെ ഒരു നോ സെപ്പറേറ്റ് ലീഗൽ എക്സിസ്റ്റൻസ് ആണ് ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. നിയമപരമായിട്ട് നോക്കുമ്പോൾ പാർട്ട്ണറും പാർട്ട്ണർഷിപ്പ് ഫേമും ഒന്ന് തന്നെയാണ് എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അതായത് നിയമപരമായിട്ട് വ്യത്യസ്തമായ ഒരു നിലനിൽപ്പ് പാർട്ട്ണർക്ക് പാർട്ട്ണർഷിപ്പ് ഫേമിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇല്ല എന്നുള്ളത് മനസ്സിലാക്കുക. അതാണ് നോ സെപ്പറേറ്റ് ലീഗൽ എക്സിസ്റ്റൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോ അടുത്ത എന്താണ് ഒരു പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് നോക്കാം. എന്താണ് പാർട്ട്ണർഷിപ്പ് ഡീഡ്? ഡീഡ് അല്ലെങ്കിൽ എന്താണ് ഡീഡ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രമാണം എന്നുള്ളതാണ് അർത്ഥം. അതായത് ഡോക്യുമെന്റ് അല്ലെ, പ്രമാണം. എന്താ പ്രമാണം എന്ന് പറഞ്ഞാല് കാര്യങ്ങളൊക്കെ എഴുതി വെക്കപ്പെട്ടിട്ടുള്ള ഒരു രേഖയ്ക്കാണ് നമ്മൾ എന്ത് പറയുക? പ്രമാണം അല്ലെങ്കിൽ ഡോക്യുമെന്റ് എന്ന് പറയുന്നത് അല്ലെ. എന്താണ് പാർട്ട്ണർഷിപ്പ് ഡീഡ്? പാർട്ട്ണർഷിപ്പ് ഡീഡ് ഈസ് ദി റിസൾട്ട് ഓഫ് ആൻ അഗ്രിമെന്റ് ബിറ്റ്വീൻ പേഴ്സൺസ്. പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത് എന്തിന്റെ ഫലമായിട്ടുണ്ടാവുന്നതാണ്? പാർട്ട്നേഴ്സ് തമ്മിലുള്ള ഒരു എഗ്രിമെന്റിന്റെ ഫലമായിട്ടുണ്ടാവുന്നതാണെന്ന് പറഞ്ഞു അല്ലെ. പാർട്ട്ണർഷിപ്പ് എന്തിന്റെ ഫലമാണ്? എഗ്രിമെന്റിന്റെ ഫലമാണ്. ദാറ്റ് എഗ്രിമെന്റ് മേ ബി റിട്ടൺ ഓർ ഓറൽ. ആ എഗ്രിമെന്റ് എന്താവാം? റിട്ടൺ ആവാം, എഴുതി വെച്ചിട്ടുള്ളതാവാം, അല്ലെങ്കിൽ വാക്കാലുള്ളതാവാം. അപ്പോ ഇങ്ങനെ എഴുതി വെച്ചിട്ടുള്ള ഒരു എഗ്രിമെന്റ് ഉണ്ടെങ്കിൽ ആ എഗ്രിമെന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്നത്. ദി പാർട്ട്ണർഷിപ്പ് എഗ്രിമെന്റ് ഇൻ എ റിട്ടൺ ഫോം ഈസ് ടേംഡ് ആസ് പാർട്ട്ണർഷിപ്പ് ഡീഡ്. പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറഞ്ഞാൽ പാർട്ട്ണർഷിപ്പ് ഡീഡ് ഈസ് ദി റിട്ടൺ എഗ്രിമെന്റ്. പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? റിട്ടൺ എഗ്രിമെന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്നത്. എ ഡോക്യുമെന്റ്, നമുക്ക് പാർട്ട്ണർഷിപ്പ് ഡീഡിനെ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ എ ഡോക്യുമെന്റ് കണ്ടെയ്നിങ് ദി ടേംസ് ഓഫ് പാർട്ട്ണർഷിപ്പ് ആസ് എഗ്രീഡ് ടു ബൈ ദി പാർട്ട്നേഴ്സ് ഈസ് കോൾഡ് ആൻ പാർട്ട്ണർഷിപ്പ് ഡീഡ്. പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ ഡോക്യുമെന്റ് കണ്ടെയ്നിങ് ദി ടേംസ് ഓഫ് പാർട്ട്ണർഷിപ്പ് ആസ് അഗ്രീഡ് ടു ബൈ ദി പാർട്ട്നേഴ്സ്. ഇറ്റ് ഈസ് ദ പാർട്ട്ണർഷിപ്പ് ഡീഡ്. പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? പാർട്ട്നേഴ്സ് തമ്മിൽ എഗ്രി ചെയ്തിട്ട് എഴുതി വെക്കപ്പെട്ടിട്ടുള്ള രേഖയ്ക്കാണ് എന്ത് പറയുന്നത്? പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്നത്. ഇറ്റ് കണ്ടെയ്ൻസ് ദി റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഓഫ് പാർട്ട്ണർഷിപ്പ്.
പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്നത് ഉൾപ്പെടുന്നു, എന്ത് ഉൾക്കൊള്ളുന്നു? ദി റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഓഫ് പാർട്ട്ണർഷിപ്പ്. പാർട്ട്ണർഷിപ്പിന്റെ എല്ലാ നിയമങ്ങളും നയങ്ങളും ഒക്കെയാണ് എന്തിൽ ഉൾപ്പെടുന്നത്? പാർട്ട്ണർഷിപ്പ് ഡീഡിൽ ഉൾപ്പെടുന്നത്. നമുക്ക് എന്തൊക്കെയാണ് ഒരു പാർട്ട്ണർഷിപ്പ് ഡീഡിന്റെ കണ്ടന്റ് എന്ന് നോക്കാം. കണ്ടന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഉള്ളടക്കം. എന്തൊക്കെയായിരിക്കണം ഒരു പാർട്ട്ണർഷിപ്പ് ഡീഡിന്റെ കണ്ടന്റ്? നമുക്ക് അറിയാവുന്ന ഒരു സംഭവമാണല്ലോ ഈ ലാൻഡ് ഡീഡ് എന്ന് പറയുന്നത്. നമ്മൾ ആധാരം കേട്ടിട്ടുണ്ടല്ലോ അല്ലെ? ഭൂമിയുടെ ആധാരം. ഭൂമിയുടെ ആധാരത്തിൽ എന്തൊക്കെയുണ്ട്? ആരുടേതാണ് ആ ഭൂമി, എത്ര രൂപയുടേതാണ്, എത്ര രൂപയാണ് വില, അതിന്റെ പിന്നെ അതിരുകൾ ആരൊക്കെയാണ്, ഏത് സ്ഥലത്താണ്, എത്രയാണ് അതിന്റെ നമ്പർ എന്നുള്ള സകല കാര്യങ്ങളും എന്തിലുണ്ടാവും? ലാൻഡ് ഡീഡിലുണ്ടാവും. അതുപോലെ തന്നെ പാർട്ട്ണർഷിപ്പ് ഡീഡിൽ എന്തുണ്ടായിരിക്കണം? പാർട്ട്ണർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഉണ്ടായിരിക്കണം. അപ്പൊ ഒരു 10-15 പോയിന്റുകൾ ഉണ്ട്. ആ 10-15 പോയിന്റിൽ നിങ്ങൾ ആലോചിച്ചാൽ തന്നെ ഒരു 10 പോയിന്റുകൾ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അപ്പോൾ ഒന്നാമത്തെ പോയിന്റിലേക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നെയിം ഓഫ് ദി ഫേം ആണ്. എന്തായാലും ഒരു പാർട്ട്ണർഷിപ്പ് ഫേം ആകുമ്പോൾ അതിന് എന്തുണ്ടായിരിക്കും? അതിനൊരു പേരുണ്ടായിരിക്കുമല്ലോ. അതുകൊണ്ട് ഒന്നാമത്തെ പോയിന്റ് ആയിട്ട് പാർട്ട്ണർഷിപ്പ് ഡീഡിൽ ഉൾപ്പെടുത്തേണ്ട ഒരു കാര്യമാണ് ഫേമിന്റെ പേരെന്താണ് എന്നുള്ളത്. രണ്ടാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ നെയിം ആൻഡ് അഡ്രസ് ഓഫ് ഓൾ പാർട്ട്നേഴ്സ്. എല്ലാ പാർട്ട്നേഴ്സിന്റെയും പേരും അതുപോലെ തന്നെ അഡ്രസ്സും എന്തുണ്ടായിരിക്കണം? പാർട്ട്ണർഷിപ്പ് ഡീഡിൽ ഉണ്ടായിരിക്കണം. ദെൻ മൂന്നാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ നാച്ചർ ആൻഡ് പ്ലേസ് ഓഫ് പാർട്ട്ണർഷിപ്പ് ആണ്. നേച്ചർ എന്ന് പറഞ്ഞാൽ എന്ത് പ്രകൃതമാണ് ആ ബിസിനസ്സിനുള്ളത്, അതിന്റെ പ്രത്യേകത എന്താണ്, എന്ത് ബിസിനസ്സാണ് ചെയ്യുന്നത് എന്നും അതിന്റെ സ്ഥലം, അതിന്റെ പ്ലേസ് എവിടെയാണ് എന്നുള്ളതും പാർട്ട്ണർഷിപ്പ് ഡീഡിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കണം. ഈ നേച്ചർ എന്ന് പറയുന്നത് എന്ത് പ്രകൃതമാണെന്ന് പറയുന്നത് ബിസിനസ്സുകൾ ചിലപ്പോൾ മാനുഫാക്ചറിങ് ബിസിനസ് ആയിരിക്കാം, അതായത് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്ന ബിസിനസ്, അല്ലെങ്കിൽ ട്രേഡിംഗ് ബിസിനസ്സുകളായിരിക്കാം. ട്രേഡിംഗ് ബിസിനസ് എന്ന് പറഞ്ഞാൽ സാധനങ്ങൾ വാങ്ങി വിൽക്കുക അല്ലെ, ട്രേഡിംഗ് ബിസിനസ്. അതേസമയം ചില ബിസിനസ്സുകൾ മാനുഫാക്ചറിങ്ങും ഉണ്ടാവും, ട്രേഡിങ്ങും ഉണ്ടാവും. അതായത് നമ്മൾ ഉൽപ്പാദിപ്പിക്കുകയും സാധനങ്ങൾ വാങ്ങി വിൽക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് മാനുഫാക്ചറിങ് ആൻഡ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഏത് തരം ബിസിനസ് ആണ് എന്നുള്ളത് പാർട്ട്ണർഷിപ്പ് ഡീഡിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കണം എന്നുള്ളതാണ് പോയിന്റ്. ഓക്കെ. നാലാമത്തെ പോയിന്റ് പറയുന്നത് ഡേറ്റ് ഓഫ് കമൻസ്മെന്റ് എന്നുള്ളതാണ്. അതായത് എന്നാണ് നമ്മുടെ പാർട്ട്ണർഷിപ്പ് ബിസിനസ് തുടങ്ങിയത് എന്നുള്ളത് പാർട്ട്ണർഷിപ്പ് ഡീഡിൽ എന്ത് ചെയ്തിട്ടുണ്ടാവണം? പറഞ്ഞിട്ടുണ്ടാവണം. ഓക്കെ. ദെൻ മറ്റൊരു പോയിന്റ് പറയുകയാണെങ്കിൽ അഞ്ചാമത്തെ പോയിന്റ് ഡ്യൂറേഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഇഫ് എനി ആണ്. എന്ന് പറഞ്ഞാൽ നമ്മളെ പാർട്ട്ണർഷിപ്പ് എത്ര കാലത്തേക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ളതാണ് ഡ്യൂറേഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് എന്നതുകൊണ്ട് മനസ്സിലാക്കേണ്ടത്. ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ കാലാവധി അല്ലെങ്കിൽ കാലയളവ് എന്നുള്ളതാണ്. നമുക്ക് എത്ര പീരിയഡിലേക്ക് വേണ്ടിയിട്ടാണ്, 2 വർഷത്തേക്കോ 3 വർഷത്തേക്കോ അല്ലെങ്കിൽ ലൈഫ് ടൈം ആയിട്ടുള്ള ബിസിനസ് ആണോ എന്നുള്ളത് പാർട്ട്ണർഷിപ്പ് ഡീഡിൽ എന്ത് ചെയ്തിട്ടുണ്ടാവണം? പറഞ്ഞിട്ടുണ്ടാവണം. അതാണ് എത്രാമത്തെ പോയിന്റ്? അഞ്ചാമത്തെ പോയിന്റ്. ദെൻ ആറാമത്തെ പോയിന്റ് പറയുകയാണെങ്കിൽ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ ബൈ ഈച്ച് പാർട്ട്ണർ. ഓരോ പാർട്ട്ണറും ഇറക്കിയിട്ടുള്ള ക്യാപിറ്റൽ എത്ര രൂപയാണ് എന്ന് എഗ്രിമെന്റിൽ എഴുതിയിട്ടുണ്ടാവണം അല്ലെ. ഒരു എഗ്രിമെന്റ് ആകുമ്പോൾ എന്തായാലും നിർബന്ധമായിട്ടും എന്ത് ചെയ്യേണ്ടി വരും? ഓരോ പാർട്ട്ണർമാരും ഇറക്കിയിട്ടുള്ള ക്യാപിറ്റൽ എഴുതണമല്ലോ അല്ലെ. അതാണ് എന്ത് ആറാമത്തെ പോയിന്റ്, ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ ബൈ ഈച്ച് പാർട്ട്ണർ എന്ന് പറയുന്നത്. ദെൻ ഏഴാമത്തെ പോയിന്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് പറയാം, ദി എമൗണ്ട് ദാറ്റ് ക്യാൻ ബി വിഡ്രോൺ ബൈ ഈച്ച് പാർട്ട്ണർ. ഓരോ പാർട്ട്ണർക്കും ബിസിനസ്സിൽ നിന്ന്, പാർട്ട്ണർഷിപ്പ് ഫേമിൽ നിന്ന് പിൻവലിക്കാവുന്ന തുക എത്രയാണ് എന്നുള്ളത് എഗ്രിമെന്റിൽ എന്ത് ചെയ്തിട്ടുണ്ടാവണം? പറഞ്ഞിട്ടുണ്ടാവണം. ഓക്കെ. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? തോന്നിയ പോലെ പാർട്ട്ണർമാർ എന്ത് ചെയ്യാം? ബിസിനസ്സിൽ നിന്ന് ഇറക്കിയ എമൗണ്ട് പിൻവലിച്ചേക്കാം. അപ്പൊ അതില്ലാതാക്കാനാണ് എഗ്രിമെന്റിൽ തന്നെ ഓരോ പാർട്ട്ണർക്കും പിൻവലിക്കാവുന്ന തുക പറഞ്ഞിട്ടുണ്ടാവുന്നത്. ഓക്കെ. ദെൻ എട്ടാമത്തെ പോയിന്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ റൂൾസ് റിഗാർഡിംഗ് ദി ഓപ്പറേഷൻ ഓഫ് ബാങ്ക് അക്കൗണ്ട്സ്. അതായത് ബാങ്ക് അക്കൗണ്ടുകൾ റെഗുലേറ്റ് ചെയ്യേണ്ടതിന്റെ അതിന്റെ റൂൾസ്, ആരാണ് ബാങ്ക് അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം പാർട്ട്ണർഷിപ്പ് ഡീഡിൽ പറഞ്ഞിട്ടുണ്ടാവണം. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഒരു പാർട്ട്ണർ ബിസിനസ്സിൽ നിന്ന് കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യും, മറ്റൊരു പാർട്ട്ണർ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്തേക്കാം? അത് പിൻവലിച്ചേക്കാം അല്ലെ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, പ്രശ്നങ്ങളൊക്കെ ഉണ്ടായേക്കാം. അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എട്ടാമത്തെ പോയിന്റ് റൂൾസ് റിഗാർഡിംഗ് ദി ഓപ്പറേഷൻ ഓഫ് ബാങ്ക് അക്കൗണ്ട്സ്. ദെൻ നമുക്ക് ഒമ്പതാമത്തെ പോയിന്റ് പറയുകയാണെങ്കിൽ ഡിവിഷൻ ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് ആണ്. അതായത് ഈ ബിസിനസ്സിൽ ഉണ്ടായ ലാഭം എങ്ങനെ പങ്കിട്ടെടുക്കണം എന്ന് എഗ്രിമെന്റിൽ എന്ത് ചെയ്തിട്ടുണ്ടാവണം? പറഞ്ഞിട്ടുണ്ടാവണം.
അല്ലാന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ലാസ്റ്റ് സമയത്ത് ലാഭം ഉണ്ടായി കഴിഞ്ഞാൽ എനിക്കിത്ര വേണം എന്ന് പറഞ്ഞാൽ അടിയാവൂലേ അല്ലെ? അങ്ങനെ അടിയാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, പാർട്ട്ണർഷിപ്പ് ഡീഡിൽ തന്നെ എന്ത് പറഞ്ഞിട്ടുള്ളത്, ഡിവിഷൻ പ്രോഫിറ്റ് എങ്ങനെ വീതിച്ചെടുക്കണം എന്നുള്ളത് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അത് പാർട്ട്ണർമാര് ബിസിനസ് തുടങ്ങുന്ന സമയത്ത് അവരുടെ ക്യാപിറ്റലും അവരുടെ എത്രത്തോളം അവര് ബിസിനസ്സിൽ വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതൊക്കെ നോക്കിയിട്ടാണ് പ്രോഫിറ്റ് എങ്ങനെ ഡിവൈഡ് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത്. അത് എഗ്രിമെന്റിൽ എഴുതിയിട്ടുണ്ടാവണം. അത് എഴുതിയിട്ടില്ലെങ്കിൽ, പാർട്ട്ണർഷിപ്പ് ഡീഡിൽ എഴുതിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടതാണ്, അത് തുല്യമായിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പാർട്ട്നേഴ്സ് എല്ലാവരും തുല്യരാണ്, അതുകൊണ്ട് തന്നെ പാർട്ട്ണർഷിപ്പ് ഫേമിലുള്ള ലാഭം എല്ലാവരും തുല്യമായിട്ട് എടുക്കണം. എങ്ങനെയാണെങ്കിൽ മാത്രം എഗ്രിമെന്റിൽ പാർട്ട്ണർഷിപ്പ് പ്രോഫിറ്റ് എങ്ങനെ വീതിക്കണം എന്ന് പ്രത്യേകം പറഞ്ഞിട്ടില്ലെങ്കിൽ മാത്രം. ദെൻ 10ാമത്തെ പോയിന്റ് പറയുകയാണെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഓർ ഡ്രോയിങ്സ് എന്നുള്ളതാണ്. അതായത് പാർട്ട്ണർമാർ ഇറക്കിയ ക്യാപിറ്റലിന് മുകളിൽ വല്ല പലിശ വേണമെങ്കിൽ, അല്ലെങ്കിൽ ഡ്രോയിങ്സിന്റെ മുകളിൽ പലിശ ചാർജ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എഗ്രിമെന്റിൽ പറഞ്ഞിട്ടുണ്ടാവണം. പറഞ്ഞിട്ടില്ലെങ്കിൽ ചാർജ് ചെയ്യാൻ പാടില്ല. പാർട്ട്ണർമാർ ബിസിനസ്സിലേക്ക് ഇറക്കുന്നത് ലാഭം നേടാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ പലിശ നേടാൻ വേണ്ടിയിട്ടല്ലല്ലോ. അതുകൊണ്ട് തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ അത് എന്ത് ചെയ്യുള്ളൂ, പാർട്ട്ണർമാർക്ക് കൊടുക്കുകയുള്ളൂ. ഇത് കൂടുതൽ എമൗണ്ട് ഒരു പാർട്ട്ണർ കൂടുതൽ എമൗണ്ട് ക്യാപിറ്റലൊക്കെ ഇറക്കിയിട്ടുണ്ടെങ്കിൽ എന്തിന്റെ ആവശ്യം ഉണ്ടായിരിക്കാം, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആവശ്യം ഉണ്ടാവാം. കാരണം അയാൾക്ക് കിട്ടുന്ന പ്രോഫിറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ, എഗ്രിമെന്റ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അയാൾക്ക് അത് വളരെ ഉപകാരപ്പെടും. അതുകൊണ്ട് തന്നെ ക്യാപിറ്റലിന് മുകളിലുള്ള പലിശയും അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ഡ്രോയിങ്സിന്റെ മുകളിലുള്ള പലിശയും ഒക്കെ എഗ്രിമെന്റിൽ നിന്ന് കൃത്യമായിട്ട് എന്ത് ഉണ്ടാവണം, പറഞ്ഞിട്ടുണ്ടാവണം. ദെൻ 11ാമത്തെ പോയിന്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ പാർട്ട്നേഴ്സ് ലോണാണ്. അതായത് ഏതെങ്കിലും പാർട്ട്ണർമാർ ബിസിനസ്സിലേക്ക് ലോണായിട്ട് എമൗണ്ട് ഇറക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടതാണ്, ആ ലോണിന്റെ മുകളിൽ എത്ര ശതമാനമാണ് പലിശ കൊടുക്കേണ്ടത് എന്ന് എഗ്രിമെന്റിൽ പറഞ്ഞിട്ടുണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, കുറച്ചു കാലം കഴിഞ്ഞിട്ട് ലോണിന്റെ മുകളിൽ ഇത്ര ശതമാനം പലിശ വേണമെന്ന് ഏതെങ്കിലും പാർട്ട്ണർ പറഞ്ഞേക്കാം. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എഗ്രിമെന്റിൽ തന്നെ, അതായത് പാർട്ട്ണർഷിപ്പ് ഡീഡിൽ ഇൻട്രസ്റ്റ് ഓൺ പാർട്ട്നേഴ്സ് ലോൺ എത്ര ശതമാനമാണ് എന്ന് സ്പെസിഫൈ ചെയ്തിരിക്കണമെന്ന് പറയുന്നത്. അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ, എഗ്രിമെന്റിൽ ഇല്ല എങ്കിൽ പാർട്ട്നേഴ്സിന് ലോണിന്റെ മുകളിൽ പലിശ കൊടുക്കേണ്ടത് 6% ആണ്, 6% എന്ന് ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ടിൽ എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ദെൻ മറ്റൊരു പോയിന്റ് ആണ്, പാർട്ട്ണർമാർക്ക് വല്ല റെമ്യൂണറേഷനോ അല്ലെങ്കിൽ റെമ്യൂണറേഷൻസ് ഉണ്ടെങ്കിൽ അത് കൊടുക്കേണ്ടത്. അതായത് ചില പാർട്ട്നേഴ്സിന് ചിലപ്പോൾ സാലറിയോ അല്ലെങ്കിൽ കമ്മീഷനോ ഒക്കെ കിട്ടുന്നതാണ്. ബിസിനസ്സിൽ നിന്ന് സാലറിയോ കമ്മീഷനോ ഒക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അത് പ്രത്യേകം എന്ത് ചെയ്തിട്ടുണ്ടാവണം, പറഞ്ഞിട്ടുണ്ടാവണം. പറഞ്ഞിട്ടില്ല എങ്കിൽ പാർട്ട്നേഴ്സിന് സാലറിയോ കമ്മീഷനോ ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല, കൊടുക്കാൻ പാടില്ല. പിന്നെ അടുത്ത പോയിന്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബിസിനസ്സിൽ ഒരു പാർട്ട്ണർ റിട്ടയർ ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ മരണപ്പെടുന്ന സമയത്തോ ഒക്കെ, അല്ലെങ്കിൽ ആ സമയത്തൊക്കെ ഗുഡ്വിൽ എന്ന് പറയുന്ന ഒരു ഭാഗം നമുക്ക് എടുക്കാനുണ്ട്. ആ ഭാഗം നമുക്ക് ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരുന്നതാണ് പിന്നീട് ഒരു ദിവസം. അപ്പോൾ ആ ഗുഡ്വിൽ വാല്യൂ ചെയ്യുന്നതിന് കുറെ മെത്തേഡ്സ് ഉണ്ട്. അതിൽ ഏത് മെത്തേഡ് ഉപയോഗിച്ചാണ് ഗുഡ്വിൽ വാല്യൂ ചെയ്യേണ്ടത് എന്ന് എഗ്രിമെന്റിൽ പറഞ്ഞിട്ടുണ്ടാവണം. പിന്നീട് ഒരു പാർട്ട്ണർ റിട്ടയർ ചെയ്യുന്ന സമയത്ത് അയാൾക്ക് കൊടുക്കാനുള്ള എമൗണ്ടുകൾ എങ്ങനെയാണ് സെറ്റിൽ ചെയ്യേണ്ടത് എന്ന് എഗ്രിമെന്റിൽ പറഞ്ഞിട്ടുണ്ടാവണം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഒരു പാർട്ട്ണർഷിപ്പ് ഡീഡിന്റെ കണ്ടന്റ് ആയിട്ട്, അതിന്റെ ഉള്ളടക്കമായിട്ട് അതിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ, വാട്ട് ആർ ദി റൂൾസ് അപ്ലിക്കബിൾ ഇൻ ദി ആബ്സെൻസ് ഓഫ് എ പാർട്ട്ണർഷിപ്പ് ഡീഡ്. അതായത് നമ്മളിപ്പോ പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്താണെന്ന് പഠിച്ചല്ലോ അല്ലെ. പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞാൽ എഗ്രിമെന്റ് ഇൻ റിട്ടേൺ ഫോം, എഴുതി വെക്കപ്പെട്ടിട്ടുള്ള കരാറിനെയാണ് പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്നത്. എങ്കിൽ ആ പാർട്ട്ണർഷിപ്പ് ഡീഡ് ഇല്ലാത്തൊരവസ്ഥയിൽ ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിലെ കാര്യങ്ങൾക്ക് എങ്ങനെ ഒരു തീരുമാനം എടുക്കും എന്നുള്ളതാണ് റൂൾസ് അപ്ലിക്കബിൾ ഇൻ ദി ആബ്സെൻസ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ 5 പോയിന്റുകളാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാനുള്ളത്, പഠിക്കാനുള്ളത്. അതിൽ ഒന്നാമത്തെ പോയിന്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രോഫിറ്റ് ഷെയറിങ്ങിനെ കുറിച്ചാണ്. പ്രോഫിറ്റ് എങ്ങനെ ഷെയർ ചെയ്യണം, അതായത് ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് പ്രകാരം ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിൽ ഉണ്ടായ ലാഭം പാർട്ട്ണർമാർ എങ്ങനെ വീതിക്കണമെന്ന് എഗ്രിമെന്റിൽ പ്രത്യേകം പറഞ്ഞിട്ടില്ലെങ്കിൽ
അതെങ്ങനെ വിധിക്കും? അത് എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? എല്ലാ പാർട്ട്നേഴ്സും ഈക്വൽ ആണ്. അതുകൊണ്ട് തന്നെ പാർട്ട്നേഴ്സ് ആർ ടു ബി ഷെയർഡ് ദി പ്രോഫിറ്റ്സ് ഈക്വലി ഇൻ ആൻ ഈക്വൽ റേഷ്യോ. ഒരു തുല്യമായ അനുപാതത്തിൽ എല്ലാ പാർട്ട്ണർമാരും തുല്യമായ അനുപാതത്തിൽ എന്ത് ചെയ്യണം? അവരുടെ ബിസിനസിന്റെ ലാഭം പങ്കിട്ടെടുക്കേണ്ടതാണ്. അവിടെ ചിലപ്പോൾ ഒരാള് ക്യാപിറ്റൽ ഇറക്കിയിട്ടുള്ളത് 5 ലക്ഷം രൂപ ആയിരിക്കാം, ഒരാൾ ക്യാപിറ്റൽ ഇറക്കിയിട്ടുള്ളത് 2 ലക്ഷം രൂപ ആയിരിക്കാം. എന്നിരുന്നാലും എഗ്രിമെന്റിൽ പ്രത്യേകം പറഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് എന്ത് ചെയ്യേണ്ടി വരും? അവർ എല്ലാവരും തുല്യമായിട്ട് എന്ത് ചെയ്യേണ്ടി വരും? പ്രോഫിറ്റ് ഷെയർ ചെയ്യേണ്ടി വരുന്നതാണ്. അതാണ് ഒന്നാമത്തെ പോയിന്റിൽ പറയാനുള്ളത്. ദെൻ രണ്ടാമത്തെ പോയിന്റ് പറയാനുള്ളത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിനെ കുറിച്ചാണ്. അതായത് പാർട്ട്ണർഷിപ്പ് ഡീഡിന്റെ അഭാവത്തിൽ, എഴുതി വെക്കപ്പെട്ടിട്ടുള്ള ഒരു രേഖ ഇല്ലാത്ത ഒരു സന്ദർഭത്തിൽ പാർട്ട്നേഴ്സിന് ക്യാപിറ്റലിന്റെ മുകളിൽ എത്ര ശതമാനം പലിശ കൊടുക്കണം എന്നുള്ള ഒരു പ്രശ്നം വന്നാൽ ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് പ്രകാരം എന്താണ് അവിടെ തീരുമാനം എന്ന് വെച്ചാൽ, ദി പാർട്ട്നേഴ്സ് ആർ നോട്ട് എൻറ്റൈറ്റിൽഡ് ടു ഗെറ്റ് എനി ഇൻട്രസ്റ്റ് ഓൺ ദെയർ ക്യാപിറ്റൽസ്. അതായത് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റലിന് മുകളിൽ അവർക്ക് പലിശ കിട്ടാൻ അർഹതയില്ല. എഗ്രിമെന്റിൽ പ്രത്യേകം പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ പാർട്ട്ണർഷിപ്പ് ഫേമിൽ നിന്ന് പാർട്ട്ണർമാർക്ക് എന്ത് കൊടുക്കേണ്ട ആവശ്യമില്ല? പലിശ കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അതായത് ഒരു ബിസിനസ്സിലേക്ക് പാർട്ട്ണർമാർ ക്യാപിറ്റൽ ഇറക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ലാഭം നേടാൻ വേണ്ടിയിട്ടാണ്. ആ ലാഭം നേടുമ്പോൾ അവർക്ക് അതിന്റെ പലിശ കിട്ടേണ്ട ആവശ്യമില്ല. ഇനി പലിശ കിട്ടുകയാണെങ്കിൽ തന്നെ ആ പലിശ അവരുടെ ലാഭത്തിൽ നിന്ന് തന്നെയാണ് എടുത്തു തരുന്നത്. അതുകൊണ്ട് തന്നെ ദി പാർട്ട്നേഴ്സ് ആർ നോട്ട് എൻറ്റൈറ്റിൽഡ് ടു ഗെറ്റ് എനി ഇൻട്രസ്റ്റ് ഓൺ ദെയർ ക്യാപിറ്റൽസ്. ദെൻ മൂന്നാമത്തെ പോയിന്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ലോൺ ആണ്. ഇൻട്രസ്റ്റ് ഓൺ ലോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? പാർട്ട്ണർമാര് ബിസിനസ്സിലേക്ക് അവരുടെ ക്യാപിറ്റൽ കൂടാതെ വല്ല എമൗണ്ടും ലോണായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ലോണിന്റെ മുകളിലുള്ള പലിശ എത്ര ശതമാനമാണ് എന്ന് എഗ്രിമെന്റിൽ പറയേണ്ടതാണ്. എഗ്രിമെന്റിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് 5% ആണെങ്കിൽ 5% പലിശ കൊടുക്കേണ്ടി വരും, 6% ആണെങ്കിൽ 6%, 8% ആണെങ്കിൽ 8% കൊടുക്കണം. അതേസമയം എഗ്രിമെന്റിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ അവർക്ക് ഒരു നിശ്ചിത ശതമാനം, അതായത് 6% എന്ത് കൊടുക്കേണ്ടത്? ഇൻട്രസ്റ്റ് എന്നുള്ളതാണ് ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ടില് പറഞ്ഞിട്ടുള്ളത്. അതാണ് മനസ്സിലാക്കേണ്ട കാര്യം. then നമുക്ക് നാലാമത്തെ പോയിന്റിലേക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആണ്. അതായത് പിൻവലിച്ചതിന്റെ മുകളിൽ പാർട്ട്ണർമാരുടെ കയ്യിൽ നിന്ന് ഫേമിലേക്ക്, സ്ഥാപനത്തിലേക്ക് പലിശ വാങ്ങണമെങ്കിൽ അത് എത്ര ശതമാനമെന്ന് എഗ്രിമെന്റിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഡ്രോയിങ്സിന്റെ മുകളിൽ ഇത്ര മാസത്തേക്ക് ഇത്ര ശതമാനം നിരക്കിൽ എന്ത് ചെയ്യേണ്ടതാണ്? പലിശ കളക്ട് ചെയ്യാവുന്നതാണ്, ചാർജ് ചെയ്യാവുന്നതാണ്. അതേസമയം എഗ്രിമെന്റിൽ പ്രത്യേകിച്ച് ഡ്രോയിങ്സിന്റെ മുകളിലുള്ള പലിശയെ കുറിച്ച് പറഞ്ഞിട്ടില്ല എങ്കിൽ അവിടെ എന്ത് ചെയ്യാൻ പാടില്ല? സ്ഥാപനം ഒരിക്കലും പാർട്ട്നേഴ്സിന്റെ ഡ്രോയിങ്സിന്റെ മുകളിൽ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യാൻ പാടില്ല. അതായത് ദി ഫേം ഈസ് നോട്ട് to be charged. Interest on drawings is not to be charged from the partners. പാർട്ട്നേഴ്സിന്റെ കയ്യിൽ നിന്ന് ഇൻട്രസ്റ്റിന്റെ ഡ്രോയിങ്സിന്റെ മുകളിൽ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം. ഓക്കെ. ഞാൻ അഞ്ചാമത്തെ പോയിന്റ്, അതായത് അവസാനത്തെ പോയിന്റ് പറയുകയാണെങ്കിൽ, അവസാനത്തെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ റെമ്യൂണറേഷൻ ടു പാർട്ട്നേഴ്സ് ആണ്. അതായത് റെമ്യൂണറേഷൻ എന്ന് പറഞ്ഞാൽ പ്രതിഫലം എന്നുള്ളതാണ്. വല്ല സാലറിയോ അല്ലെങ്കിൽ കമ്മീഷനോ ഒക്കെ പാർട്ട്ണർമാർക്ക് കൊടുക്കുന്നത്. പാർട്ട്ണർമാർക്ക് സാലറിയോ കമ്മീഷനോ ഒന്നും കൊടുക്കുന്നത് എഗ്രിമെന്റിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ കൊടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ടിൽ പറഞ്ഞിട്ടുള്ളത്. അതായത് ഇൻ ദി ആബ്സെൻസ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഡീഡ് ദി പാർട്ട്നേഴ്സ് ആർ നോട്ട് എൻറ്റൈറ്റിൽഡ് ടു ഗെറ്റ് എനി റെമ്യൂണറേഷൻ ആസ് സാലറി ഓർ കമ്മീഷൻ. പാർട്ട്ണർമാർക്ക് സാലറി ആയിട്ടോ കമ്മീഷനായിട്ടോ ഒരു റെമ്യൂണറേഷനും കൊടുക്കേണ്ട ആവശ്യം ഇല്ല എന്തില്? ഒരു എഗ്രിമെന്റിൽ പ്രത്യേകം പറഞ്ഞിട്ടില്ലെങ്കിൽ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പാർട്ട്ണർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട തിയറിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാവുന്നതാണ്? പാർട്ട്ണർഷിപ്പിന്റെ ബേസിക് ആയിട്ടുള്ള അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റുകൾ എന്തൊക്കെയാണെന്ന് പഠിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നോട്ട്സ് ഒക്കെ തയ്യാറാക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.